അപ്പോൾ ഈ ജീവൻ മുക്ത പുരുഷന്മാരെ പറ്റി പറയുന്നു. ജീവൻ മുക്തരെന്ന് പറഞ്ഞാൽ വേറെ ആരെയും പറ്റി അല്ല പറയുന്നത്. ഇത് നമ്മളിൽ തന്നെ ചിലർക്ക് തെളിയാതെയും ഒക്കെ ഇരിക്കുന്ന ഒരു അത്ഭുത പ്രതിഭാസത്തെയാണ് പറയുന്നത്. നമ്മൾ വിചാരിക്കുന്നത് ഓരോ കാര്യം പറയണം, ഏതോ നമ്മുടെ സ്വാമിയുടെ കാര്യം പറയണം, അങ്ങനെ അത് വിചാരിക്കരുത്. എല്ലാം ആത്മസ്വരൂപങ്ങളായിട്ടിരിക്കുന്നു. മനസ്സിന്റെ ആധിക്യം കുറഞ്ഞവർക്ക് അത് പ്രകടമായി അനുഭവത്തിലാണ്. മനസ്സെന്ന് പറയുന്ന ചിന്തകൾ, ഈ സങ്കല്പങ്ങൾ, ഈ ആധിക്യം കൂടിയവർക്ക് ഇത് ദൂരമായിട്ട് നിൽക്കുകയാണ്. ഇത്രയുള്ള വ്യത്യാസം. അകന്നും അടുത്തും ഇരിക്കുന്നത് കേവലം മനസ്സിന്റെ ചില കാര്യങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ട് ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? ഈ മനസ്സിനെ സംസ്കരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മനസ്സിനെ സംസ്കരിക്കണമെങ്കിൽ അവർ പറയുന്നു ഏറ്റവും പ്രധാനം തന്നെ കുറിച്ച് കേൾക്കണം. തന്നെ എന്ന് വെച്ചാൽ ആത്മാവ് എന്ന് പറഞ്ഞാൽ തന്നെ കുറിച്ച് കേൾക്കുന്നതിനാണ് ആത്മാവിനെ പറ്റി വിളക്കം പറയുന്നതെന്ന് അർത്ഥം. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സ്വാമി 100ാമത്തെ പദ്യത്തില് ഈ ജീവൻ മുക്ത പുരുഷന്മാരെ പറ്റി പറഞ്ഞു വന്നിട്ട് എന്തോ ഒന്ന് പറയാൻ ഭാവിക്കുകയാണ്. നമുക്ക് കേൾക്കാം. അരിതാകും ഇവർകൾ ഇവ്വാറ് അനേകരാനാലും മുക്തി ശരിയാകും പാടുപെട്ട സമാധിക്ക് പലനേതെന്റാൽ പെരുതാന തിട്ടദുഃഖം പിരമവിത്ത് അനുഭവിപ്പാൻ വരിയാനും വരനും മറ്റേ വരിട്ടനും സുഖമായി വാഴുവാൻ. അരിതാകും ഇവർകൾ ഇവ്വാറ് അനേകരാനാലും മുക്തി ശരിയാകും പാടുപെട്ട സമാധിക്ക് പലനേതെന്റാൽ പെരുതാന തിട്ടദുഃഖം പിരമവിത്ത് അനുഭവിപ്പാൻ വരിയാനും വരനും മറ്റ വരിട്ടനും സുഖമായി വാഴും. ഇവര് കേട്ടില്ല, എന്നാലും പറയണം. അതായത് 4 തരം ജ്ഞാനികൾ ഇതിലുണ്ടാവും. എങ്ങനെ ഉണ്ടാവും? ഈ സപ്തഭൂമി അഭ്യാസമാണ് ഇതിൽ പറയുന്നത്. 7 ഭൂമിയിലുള്ള അഭ്യാസമാണ് ഈ ഇത് പറഞ്ഞുകൊണ്ട് പോണത്. അതിൽ ആദ്യത്തെ 3 ഭൂമി അഭ്യാസ ഭൂമിയായിട്ട് പറഞ്ഞിരിക്കുക. നടുവിലത്തെ ഭൂമി അനുഭവ ഭൂമിയാണ്. നടുവിലത്തെ ഭൂമി തൊട്ട് അനുഭവം 3-4 തരം ജ്ഞാനികളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതിൽ ബ്രഹ്മവിത്ത്, ബ്രഹ്മവരൻ, ബ്രഹ്മവര്യൻ, ബ്രഹ്മവരിട്ടൻ. ഇവരുടെ പ്രത്യേകതകളെ പറ്റിയൊക്കെ വളരെ സ്പഷ്ടമായി സ്വാമി ഇവിടെ നമുക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു. അതിൽ പ്രധാന പ്രത്യേകത എന്താണ്? ബ്രഹ്മവിത്തുകളാണ് ആശ്രമമൊക്കെ ഉണ്ടാക്കി അവിടെ ഇരുന്നു കൊണ്ട് ബ്രഹ്മനിഷ്ഠന്മാരായിട്ട് കഴിയുന്നത്. അപ്പൊ ചിലർ വരും, അവര് ശിഷ്യന്മാരെന്നുള്ള രീതിയിൽ അവിടെ കണക്കാക്കും. അവർ ആ സാധന അനുഷ്ഠിക്കുന്നതോടൊപ്പം 10 പേർ കൂടെ അവർ പറഞ്ഞു കൊടുക്കും, ഇന്ന രീതിക്ക് ഇത് പ്രവർത്തിക്കുമോ എന്ന് പറഞ്ഞു കൊടുക്കും. ഇതിനെയാണ് ഒരു ഗുരു ശിഷ്യനൊന്നും ഇല്ല ഇവിടെ. ഗുരു ശിഷ്യന്മാരെല്ലാം സങ്കല്പിക്കുന്നതാണ്. ഗുരു നൈവ ശിഷ്യ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ഇതെല്ലാം വ്യക്തമായിട്ട് നമ്മുടെ ഗുരുക്കന്മാർ തന്നെ പറഞ്ഞു. ഗുരുക്കന്മാർ നമ്മൾ പറയണം, നമ്മളിൽ നിന്നും അല്പം മുമ്പേ പറഞ്ഞവരെ ഗുരുക്കന്മാരായിട്ട് പറയണം. യഥാർത്ഥത്തിൽ എല്ലാം ഗുരുസ്വരൂപങ്ങളാണ്. ഗുരു എന്ന് വെച്ചാൽ ആത്മാവിന്റെ വേറൊരു പേരാണ് ഗുരു. ഗു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? കൃഷ്ണ, അന്ധകാരം. രൂ എന്ന് വെച്ചാൽ പ്രകാശം. ഗുരു എന്ന് പറഞ്ഞാൽ അന്ധകാരത്തെ പ്രകാശമാക്കുന്നത് എന്നാണ് അർത്ഥം. ഇരുട്ടിനെ വെളിച്ചമാക്കുന്നത് എന്നാണ് അർത്ഥം. അങ്ങനെയുള്ള ആരായാലും ഗുരുക്കന്മാർ, എല്ലാവരും ഗുരുക്കന്മാര് തന്നെ, അതിൽ വ്യത്യാസമൊന്നുമില്ല. മനസ്സിലാക്കുക. അപ്പൊ പറയുന്നു ഇങ്ങനെയുള്ള 4 പേര് പറഞ്ഞു. ഈ 3 ഭൂമി അഭ്യാസ ഭൂമി, അത് കഴിഞ്ഞ് വരുന്ന നടുവാന ഭൂമി എന്ന് പറയുന്ന ജീവൻ മുക്തന്റെ തുടക്കം. അങ്ങനെ അതിൽ 3 പേര് ഉണ്ട്. 4 പേര് പറയുന്നത് ഈ ജീവൻ മുക്തൻ എന്ന് പറയുന്നത് ഈ പറയുന്ന ആദ്യത്തെ ഭൂമി, 4ാം ഭൂമിയിൽ വന്ന ആള്, 5ാം ഭൂമി, 6ാം ഭൂമി, 7ാം ഭൂമി. ഈ 7 ഭൂമിയിലും ജ്ഞാനികൾ ഇരിക്കുകയാണ്. അവർ പറയുന്നു ഈ ബ്രഹ്മവിത്താണ് ആശ്രമങ്ങളിൽ ഇരുന്നുകൊണ്ട് ഉപദേശം ചെയ്തിങ്ങനെ കഴിയുന്നത്. മറ്റേ 3 പേരുടെ കാര്യം പറയണത്, ചിലര് വെറുതെ ഇരിക്കും, ചിലര് നടക്കും, ചിലർ കാണാനേ സാധിക്കില്ല. അങ്ങനെ ജ്ഞാനം അടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെ കാണാനേ സാധിക്കില്ല. അങ്ങനെയുള്ള 4ാമത്തെ ആൾ ബ്രഹ്മവരൻ, വരിയാൻ, വരിട്ടൻ. അതില് വരിയാനെ പറ്റി വേറൊരു വിശേഷം പറഞ്ഞത്, അവര് ഈ സമാധിയിൽ നിന്ന് ഉദ്ധിതനാകുമ്പോൾ അവർക്ക് ഭക്ഷണം, ശരീരത്തിന് ആഹാരം വേണമെന്ന് അത് പറയും. അപ്പൊ ഉടനെ തന്നെ അവര് കൈ നീട്ടും, ആരെങ്കിലുമൊക്കെ കൊടുക്കും, അവർ കഴിക്കും. ഇത്ര
ഇനി വരിയാനാണെങ്കിലും അങ്ങനെയല്ല. കാരണം ഒരിക്കലും സമാധിയിൽ നിന്ന് ഉണർന്നാലും സമാധിയിൽ നിന്ന് പൂർണ്ണമായി ഉണരുന്നില്ല. അതുകൊണ്ട് അവരെ ആഹാരം വിളിച്ചു വരുത്തി കൊടുക്കേണ്ടി വരും, അവരെ ഫോഴ്സ് ചെയ്ത് കൊടുക്കേണ്ടി വരും. മൂന്നാമത്തെ കൂട്ടരുണ്ട്, അവരെ പറ്റി ആരും കാണാനോ കേൾക്കാനോ സാധിക്കില്ല. ശരീരം വാസ്തവത്തിൽ അവർ വിദേഹമുക്തി അടഞ്ഞു കഴിഞ്ഞു, ശരീരം അവർക്ക് ഇല്ല. പിന്നെ എന്നാലും ഇപ്പൊ കാശിയിൽ കാണാം, പിന്നെ ഗോകർണത്തിൽ കാണാം, അതിന് കന്യാകുമാരി കാണാം. ഇങ്ങനെ പല സ്ഥലങ്ങളിൽ കണ്ടവരുണ്ട്. ഇങ്ങനെയുള്ള ബാബാസ്വാമിയെ പറ്റി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പരാമർശിക്കുകയും ചെയ്തു. അത്ഭുതങ്ങളാണ്. അവര് ജസ്റ്റ് ഒരു നല്ല ഉത്തമ ഭക്തന്മാർക്ക് ചെറിയ ദർശനങ്ങൾ കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇങ്ങനെയാണ് 4 വകഭേദങ്ങൾ. ഇനി സ്വാമി പറയുന്നു ഇവരുടെ വിശേഷതകൾ ഒന്നുകൂടി സ്വാമി പറയണം. അരിതാകും ഇവർകൾ ത്രിലോകങ്ങളിലും ലഭിക്കാൻ ദുർലഭമായ ഈ ജീവൻ മുക്തന്മാർ, ത്രിലോകങ്ങളിലും ലഭിക്കാൻ ദുർലഭമായിരിക്കുന്ന ഈ ജീവൻ മുക്തന്മാർ ഇவ்வாறு അനേകരാനാലും പ്രാരബ്ധവശത്താൽ നാനാഭേദമായി വ്യവഹാരങ്ങൾ ഉള്ളവരായി ഇരുന്നാലും ഇവര് നാനാപ്രകാരത്തിലുള്ള വ്യവഹാരങ്ങൾ ഉള്ളവരായി തന്നെ ഇരിക്കുകയാണ് അവര്. കാരണം ശരീരമുണ്ട് അവർക്ക്. ശരീരം എന്ന് പറയുന്നത് ആ വ്യവഹാരത്തിന് ശരീരമുള്ളവർക്ക് പ്രാരബ്ധം അതിലുണ്ട്. എന്നാൽ അവർ പറയുന്ന മുക്തി ശരിയാകും. ഇവർക്ക് 4 പേർക്കുള്ള മുക്തി ഒരേ മുക്തി തന്നെയാണ്. അതിൽ ഈ മുക്തിക്ക് ഏറ്റക്കുറച്ചില്ലെന്ന്. ജ്ഞാനത്തിന് താരതമ്യം ഇല്ലാത്തതിനാൽ ജ്ഞാനപരമായ മോക്ഷസുഖം അവർക്ക് താരതമ്യമില്ലാതെ സമമായിരിക്കും. പാടുപെട്ട് വരൻ മുതലായവർ കഷ്ടപ്പെട്ടടഞ്ഞിരിക്കുന്നതായ സമാധിക്ക്, നിർവികൽപ സമാധിക്ക് ഫലമേതെന്താൽ പ്രയോജനം എന്താണെന്ന് നീ കേൾക്കുന്നു എങ്കിൽ പെരിതാന തിരുട്ട് ദുഃഖം വിരമവിത്ത് പ്രാരബ്ധവശത്താൽ ഉണ്ടാകുന്ന വലുതായ പ്രത്യക്ഷ ദുഃഖത്തെ വിരമവിത്ത് അനുഭവിപ്പാൻ ബ്രഹ്മവിത്തുകൾ അനുഭവിക്കും. വരിയാനും വരനും മറ്റേ വരിട്ടനും സുഖമായി വാഴുവർ. ജീവൻ മുക്തി സുഖം മാത്രമുള്ളവരായി വാഴും. ഈ പറയുന്ന നടുഭൂമിയിലിരിക്കുന്ന ബ്രഹ്മവിത്ത് ഈ പറഞ്ഞ കണക്ക് ദിട്ട ദുഃഖം അവർക്കുള്ളത്. അതിന് കാരണം എന്താണ്? ആ ശ്രമം കെട്ടും. ഒരു 10 പേർക്ക് അവർ പറഞ്ഞു കൊടുക്കുമ്പം അവർക്ക് വിഷമമുണ്ടാകുന്ന കാര്യം എന്തായിരിക്കും എന്നറിയാമല്ലോ. ഓരോരുത്തരും അവരുടെ മാനസിക നിലകൾക്കനുസരിച്ച് അവർ പെരുമാറുമ്പം അവർക്ക് വിഷമം തോന്നും. വേറെ ഒന്നുമല്ല, അവർക്ക് അതിന്റെ താല്പര്യം ഗ്രഹിക്കാൻ സാധിച്ചില്ലല്ലോ എന്നുള്ളതാണ്. ആരോടുള്ള വിഷമല്ലത്, അത് ആ താല്പര്യം മനസ്സിലാക്കാൻ അവർക്ക് പറ്റിയില്ലല്ലോ, അതിനുള്ള ആ പുണ്യം വിളഞ്ഞില്ലല്ലോ എന്ന് ഓർത്ത് അവർക്ക് ഒരു ചെറിയൊരു ഖേദം ഉണ്ടാവും. ആ ഖേദമാണ് ഈ ബ്രഹ്മവിത്തുകൾ അനുഭവിക്കുന്ന ദുഷ്ടദുഃഖം. സ്വാമി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ 4 ക്ലാസ് എടുക്കുമ്പോൾ സ്വാമി പറഞ്ഞിട്ടുണ്ട്, ഓരോരുത്തരും ഓരോ സ്ഥലത്തേക്കാണ് നിൽക്കുന്നത്. അപ്പൊ എല്ലാവരെയും കൂടെ സമന്വയിപ്പിച്ച് ചെയ്യാൻ വളരെ പാടാണ് എല്ലാവരും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു വിഷമം, ചെറിയൊരു ഖേദം ഉണ്ടാവും. അതാണ് ഇവിടെ പറഞ്ഞത്. പെരുതാന ദുഷ്ടവും ഇവിടെ പറഞ്ഞു. പെരുതാന വലിയ ദുഷ്ട ദുഃഖം അനുഭവിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. പെരുതാന ദുഷ്ട ദുഃഖം ബ്രഹ്മവിത്ത് അനുഭവിപ്പാൻ വരനും വരിയാനും മറ്റേ വരിട്ടനും സുഖമായി വാഴുക. അവർക്ക് വെറും സമാധി മാത്രമേ ഉള്ളൂ. സമാധി എടുക്കുക, നിർവിൽപ്പ സമാധി ഇരിക്കുമ്പോൾ അവിടെ അങ്ങനെ ഇരിക്കും. അത് കഴിഞ്ഞ് അതിൽ നിന്ന് ഉദ്ധിതനായി വരുന്നവർക്ക് വരന് ഒത്തിരി ആഹാരം അവർ തേടും. വരിയാന് അവരാരെങ്കിലും വിളിച്ച് ഉണർത്തി കൊടുത്താലേ അവർ കഴിക്കൂ. വരിഷനെ പറ്റി പറയാനേ സാധ്യമല്ല. അവരെവിടെയോ എങ്ങനെയോ ആർക്കും പറയാൻ സാധ്യമല്ല. ഇങ്ങനെ 3 പേരാണ് ഇതിൽ അത്ഭുതമായിട്ട് ഇതിൽ ഇരിക്കുന്നത്. ആലോചിച്ച് നോക്കണം എന്റെയൊക്കെ ആ മാഹാത്മ്യം. ഇരിക്കട്ടെ. ഏതൊരാൾ ജീവൻ മുക്തി സുഖത്തെ വിട്ട് തുച്ഛമായ ഭൗതിക ഭോഗങ്ങളിൽ പ്രവർത്തിക്കുമോ അവൻ വിദേഹ കൈവല്യത്തെ വിട്ട് വൈകുണ്ഠാദി ലോകങ്ങളിൽ ഇച്ഛയുള്ളവരായി അവിടെ ചെല്ലുമെന്ന് ചിലർ ശങ്കിക്കുന്നു. ആ ശങ്ക ശരിയല്ല. എന്തെന്നാൽ ജീവൻ മുക്തി സുഖത്തെ ത്യാഗം ചെയ്യുന്നതും ഭോഗത്തിൽ പ്രവർത്തിക്കുന്നതും ജ്ഞാനിക്ക് പ്രാരബ്ധവശത്താൽ ഉണ്ടാകുന്നതാകുന്നു. പ്രാണൻ വെളിയിൽ പോകാത്തതിനാൽ പരലോക ഗമനവും വിദേഹ മോക്ഷത്തിന്റെ ത്യാഗവും സംഭവിക്കുന്നില്ല. ജ്ഞാനത്തിനാൽ അജ്ഞാനം നിവൃത്തിയായി പ്രാരബ്ധഭോഗത്തിന് ശേഷം സ്ഥൂല സൂക്ഷ്മ ശരീരമായ അജ്ഞാനം, ഈ അജ്ഞാനത്തെ പറ്റി പറയുന്നത്
സ്ഥൂല സൂക്ഷ്മ ശരീരാകാരമായ അജ്ഞാനം എന്നാണ്. വാസ്തവത്തിൽ ഈ ശരീരം തന്നെയാണ് ഈ അജ്ഞാനം ആയിട്ടിരിക്കുന്നത്. സ്ഥൂല സൂക്ഷ്മ ശരീരാകാരമായ അജ്ഞാനം ചേതനത്തിൽ ലയമാകുന്നതാണ്. ഇതാണ് വിവേകമോക്ഷം എന്ന് പറയുന്നത്. ഈ അജ്ഞാനം സ്ഥൂല സൂക്ഷ്മ ശരീരാകാരമായിട്ടിരുന്ന് ഇതില് ആ ചൈതന്യത്തിൽ ലയമാകും. ചേതനത്തിൽ ലയമാകുന്നതിനെയാണ് വിദേഹമുക്തിയായിട്ട് പറയുന്നത്. എന്നുവെച്ചാൽ അതിന്റെ അർത്ഥം, ഒരാൾ മരണപ്പെട്ടാൽ ആദ്യം പറഞ്ഞില്ലേ, ആ യാതനാ ശരീരം മുമ്പേ വരും. യാതനാ ശരീരമാവാം, ആദിവാഹിക ശരീരമാവാം. രണ്ട് ശരീരങ്ങളാണ് ഇതിൽ വരുന്നത്. ഇതില് യാതനാ ശരീരം എന്ന് വെച്ചാൽ ഒരു അജ്ഞാനിയായ ഒരാള് മരിക്കുമ്പോൾ യാതനാ ശരീരം വന്ന് നിൽക്കും. സ്വാമി പറഞ്ഞു കേട്ട ഇങ്ങനെയാണ്, ഒരു പുഴുവിൻ്റെതോ ഒരു പട്ടിയുടേതോ ഒരു പരുന്തിൻ്റെതോ ഏത് വന്നാലും അതിൽ പ്രവേശിക്കുക. അവരാണ് ഇവിടെ നമ്മൾ പറയില്ലേ, ഒരു കാല് വെച്ചിട്ട് അടുത്ത ആ കാലിൽ ഊന്നുന്ന ആ സമയമാണ് ഇവിടെ പിടയ്ക്കുന്നത്, പിടയ്ക്കുന്നത്. ഇത് ഇങ്ങനെ തൊട്ടിട്ട് ആ ഒരു കാല് ഇളക്കുകയും മറ്റേതിൽ തൊടുകയും ചെയ്യുന്ന ഒരു സമയമുണ്ട്. അതാണ് നമ്മുടെ ഈ എന്തോ പറയുകയാണ്, വളരെ യാതന അനുഭവിക്കുന്നു എന്ന് പറയണം. ഈ യാതന ശരീരത്തിൽ പ്രവേശിച്ചുടനെ തന്നെ അയാൾ അതായി, അയാൾക്ക് ഇടയ്ക്കൊരു ഗ്യാപ്പ് ഇല്ല. ഇവിടുന്ന് നേരെ യാതന ശരീരത്തിൽ. ജഡപരത്തിനെ പറ്റി പറഞ്ഞ എന്താണ്, മാനിനെ പറ്റി ചിന്തിച്ച് മാൻ വന്ന് നിന്നതാണ്. ആ മാനിന് പക്ഷെ അവിടെ യാതന ശരീരം എന്ന് പറയാൻ പറ്റില്ല, അവർക്ക് ആദിവാഹിക ശരീരമാണ്. എങ്കിലും മാൻ രൂപത്തിൽ തന്നെ അത് വന്നിരിക്കുന്നു. അതിൽ പ്രവേശിച്ചതിന് ശേഷം അടുത്ത് ഉടനെ പിറക്കുകയാണ്. മനസ്സിലായില്ലേ? അത് അതിന് ആ കർമ്മത്തിന് യോജിച്ച സ്ഥാനങ്ങളിൽ അതാത് മാതാപിതാക്കൾക്ക് വന്ന് ജനിക്കും. ജനിച്ച് വീണ്ടും ഇതേ കണക്ക് റിപ്പീറ്റ് ചെയ്യും. ഈ റിപ്പീറ്റേഷൻ ഇതിനെയാണ് സംസാര ചക്രം. ഇങ്ങനെ വരുന്നു, അങ്ങനെ പോകുന്നു, പിന്നെ തിരിച്ചു വരുന്നു, പിന്നെ ഇങ്ങനെ പോകുന്നു, ഇങ്ങനെ കറങ്ങി 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 ജീവൻ കോടാനുകോടി ജന്മം എടുത്തു കഴിഞ്ഞു. വേദം പറഞ്ഞിരിക്കുക. അപ്പൊ ഇവിടെ നമ്മൾ സ്വാമി പറഞ്ഞു വരണത്, ഈ സ്ഥൂല സൂക്ഷ്മ ശരീരാകാരമായിട്ടാണ് പോലും അജ്ഞാനം ഇരിക്കുന്നത്. ഈ അജ്ഞാനം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ശരീരത്തെ തന്നെയാണ് പ്രധാനമായിട്ടുള്ളത്. അജ്ഞാനം നമ്മുടെ കാരണശരീരമാണ്. കാരണശരീരം അജ്ഞാനം. ഇതിന് ആധാരമായിട്ടിരിക്കുന്നത്, ആ കാരണശരീരത്തിന് രണ്ട് ആധാരമായിട്ടിരിക്കുന്നത് സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങളാണ്. അതുകൊണ്ടാണ് ഈ ശരീരം അജ്ഞാനത്തിന്റെ കാരണമായിട്ടിരിക്കുന്നു അല്ലെങ്കിൽ അജ്ഞാനമായിട്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്നത്. ഇത് സംബന്ധിച്ചാണ് ഇതിൽ വ്യവഹാരം ഉണ്ടാകുന്നത്, സമാധി വിഘ്നം ഉണ്ടാകുന്നത്, എല്ലാം ഇതിനെ സംബന്ധിച്ച് തന്നെയാണ്. ഇതെല്ലാം മനസ്സിലാക്കാനേ പറ്റുള്ളൂ. ഇതിനെയൊന്നും ആർക്കും കൊന്നുകളയാനും നോക്കൂല. പ്രാരബ്ധം തീരുന്നത് വെച്ച് അനുഭവിക്കേണ്ട ഒരു കാര്യമായിട്ട് തന്നെ ഈ ശരീരം ഇതിലിരിക്കുകയും ചെയ്യും. മൂലാജ്ഞാനം ശേഷിക്കുമെങ്കിൽ, അതായത് ജ്ഞാനത്തിലാതെ അജ്ഞാനം നിവൃത്തിയായി പ്രാരബ്ധഭോഗത്തിന് ശേഷം സൂക്ഷ്മ ശരീരാകാരമായ അജ്ഞാനം ചേതനത്തിൽ ലയമാകുന്നതാണ് വിദേഹമോക്ഷമെന്ന് പറയുന്നത്. അത് അവശ്യം ഉണ്ടാകും. മൂലാജ്ഞാനം വീണ്ടും ഉൽപ്പത്തിയാകുമെങ്കിൽ വിദേഹമോക്ഷം ഇല്ല. ആ മൂലാജ്ഞാനത്തിന്റെ വിരോധിയായ ജ്ഞാനമുണ്ടായ ശേഷം അജ്ഞാനം ശേഷിച്ചിരിക്കുകയില്ല. പ്രമാണത്താൽ നാശമായ അജ്ഞാനം വീണ്ടും ഉൽപ്പത്തിയാകുകയുമില്ല. അതിനാൽ വിദേഹമോക്ഷം ഇല്ലാതെ വരികയില്ല. ഇവിടെ ആരെപ്പറ്റി പറയുന്നതാണ്? ഈ ബ്രഹ്മവിത്തിനെ പറ്റി പറയുന്നതാണ്. ബ്രഹ്മവിത്തുകള് വീണ്ടും ഈ സംസാരത്തിൽ പ്രവർത്തിക്കുന്ന പോലെ തന്നെ അവര് പ്രവർത്തിക്കുകയും ദൃഷ്ടദുഃഖം അനുഭവിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇവരുടെ ഇനിയുള്ള നില എന്താകും എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു സംശയമാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഒരിക്കലും ജ്ഞാനം ഉണ്ടായതിനു ശേഷം പിന്നെ അജ്ഞാനം വരില്ല. ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ അജ്ഞാനത്തിൽ പിന്നെ നിലനിൽക്കാൻ ഒക്കില്ല. കാരണം അതൊരു പൊയ്യല്ലേ. മരുഭൂമിയിൽ ജലത്തിന്റെ പ്രതീതി ഉള്ളത് കൊണ്ട് മൃഗങ്ങൾ അത് ആ മരുഭൂമിയിലേക്ക് സഞ്ചരിച്ച് വെള്ളം കുടിക്കാൻ പോയിക്കൊണ്ടിരിക്കും. പക്ഷേ മരുഭൂമിയിൽ ജലമില്ല എന്നറിഞ്ഞ ഒരു വിവേകി ജലമുണ്ടെന്ന് കണ്ടാലും അവന് ജലം കുടിക്കാനായിട്ട് ആഗ്രഹം വരുമോ? ഇതുപോലെയാണ് ജ്ഞാനം എന്ന് പറഞ്ഞാൽ. ഇതിന്റെ വാസ്തവത്തെ ബോധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ മായാ കാര്യങ്ങൾക്ക് പ്രവർത്തിപ്പിക്കാനുള്ള ശക്തി നഷ്ടപ്പെടും. ഈ മായയാണല്ലോ നമ്മളെ പ്രവർത്തിപ്പിക്കുന്നത്. മായ എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ഭയപ്പെടുത്തിയാണ് പ്രവർത്തിപ്പിക്കുന്നത്. ഇത് നാളെ എന്താവും, ഇതാണ് ചിന്ത. എല്ലാവരുടെയും വെപ്രാളം അതാണ്. നാളെ എന്നെ ആര് നോക്കും, നാളെ എനിക്ക് എന്താവും. ഈ രൂപത്തിലുള്ള ഭയപ്പെടുത്തുന്ന ഒരു സ്വഭാവം മായേണ്ടതാണ്. ഈ ഭയത്തിന്
മാറ്റാനുള്ള പരിശ്രമമായിട്ടാണ് എല്ലാവരും ജീവിതം നയിക്കുന്നത്. അപ്പൊ ഇവരെ സംബന്ധിച്ച് ഭയപ്പെടുത്താനായിട്ട് ഒന്നുമില്ല. കാരണം ഈ ദേഹം ആത്മാവല്ല എന്ന് വേർതിരിച്ചറിഞ്ഞ അവർക്ക് ഈ ശരീരം നിന്നാലെന്ത് പോയാലെന്ത് എന്നുള്ള ഒരു ഭാവം ഇതിലുണ്ട്. അവരെ സംബന്ധിച്ച് ഈ ശരീരം ഒരു അന്യവസ്തുവാണ്. ഈ ശരീരം അവരല്ല. ഇത് വെളിയിൽ വെച്ചിരിക്കുന്ന ഒരു വാഹനം പോലെയാണ്. ഇപ്പൊ ആ കാർ അവിടെ കിടക്കുന്ന പോലെ. ഇപ്പൊ കാറിന് എന്തെങ്കിലും സംഭവിച്ചാൽ തനിക്കെന്തെങ്കിലും സംഭവിക്കും. ഒന്നും സംഭവിക്കുന്നില്ലെങ്കിലും നമ്മൾ മനസ്സുകൊണ്ട് സങ്കല്പിച്ച് എന്തൊക്കെ സംഭവിക്കുന്നതൊക്കെ നമ്മൾ വിചാരിച്ചു വെക്കുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാതെ യഥാർത്ഥത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. അത് നമ്മളെ ബാധിക്കുന്നില്ല. വാസ്തവത്തിൽ ബാധിക്കാതെ ഇരിക്കുന്നു. പക്ഷെ മനസ്സിൽ കൊണ്ടാൽ മനസ്സ് അതിൽ സങ്കല്പം ചെയ്ത് ബാധിക്കുന്നത് പോലെ ഒരു സ്വഭാവത്തിൽ എത്തിച്ചേരും. ഇത്രേ ഉള്ളൂ. മനസ്സെത്തിരുന്നാലോ പിന്നെ ശ്രീനി ഇങ്ങനെയൊന്നും ഉണ്ടോ? ഇല്ല. കാരണം ഇതിന് പ്രത്യക്ഷ ഉദാഹരണമാണ് സുഷുപ്തി. സുഷുപ്തിയിൽ പറഞ്ഞ എല്ലാം ഉണ്ട്. നമ്മളുണ്ടാക്കിയ വീടുണ്ട്, അവിടെ നമ്മൾ വാങ്ങിച്ച വാഹനമുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ട പുത്രനും പുത്രിയും ഒക്കെ ഉണ്ട്, ഭാര്യയുണ്ട്, ധനമുണ്ട്, ബാങ്കിൽ സൂക്ഷിച്ചിരിക്കുന്ന ധനമുണ്ട്. പക്ഷെ ഇതിനെപ്പറ്റി എന്തൊക്കെയോ പ്രശ്നങ്ങൾ നിലവിലുണ്ടായിരുന്നാലും സുഷുപ്തിയിൽ നമുക്ക് ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ല. കാരണം എന്താണ്? മനസ്സ് പ്രവർത്തിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അവർ പറയുന്നത് മനസ്സാണ് ഇതിനെ ബന്ധിപ്പിക്കുന്നത്. ഇതും അതുമായിട്ട് യഥാർത്ഥത്തിൽ ഒരു ബന്ധവുമില്ലാതിരിക്കുന്ന ഇതിനെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു കാരണമായിരിക്കുന്നത് ഈ മനസ്സാണ്. മനസ്സെന്ന് പറഞ്ഞാൽ എന്താണ്? വിക്രം, ഈ സങ്കല്പങ്ങളെയാണ് പറയുന്നത്. സങ്കല്പം മനഃ, വൃത്തയോ മന, വൃത്തികളാണ് ഈ സങ്കല്പങ്ങളാണ് മനസ്സെന്ന് പറയുന്നത്. ഈ സങ്കല്പങ്ങൾ ഇങ്ങനെ ഉതിർന്നു വന്നില്ലെങ്കിൽ മനസ്സെങ്ങനെ ഇരിക്കും? മനസ്സ് ഈ പറഞ്ഞ സമാധി അറിവോട് കൂടിയാണെങ്കിൽ സമാധിയിൽ, അറിവില്ലാതെയാണെങ്കിൽ സുഷുപ്തിയിൽ. ഈ രണ്ട് രൂപത്തിൽ മനസ്സിരിക്കും. സുഷുപ്തിയിൽ അറിവില്ലാത്ത പുരുഷന്മാർക്ക് ഇരിക്കുന്നത് സുഷുപ്തി എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്, മനസ്സിന്റെ നില തന്നെയാണ്. അതുപോലെ സമാധി എന്ന് പറഞ്ഞാൽ അറിവോട് കൂടി മഹത്തിലുള്ള ഈ മനസ്സിലിരിക്കുന്നതാണ് സമാധിയായിട്ടിരിക്കുന്നത്. രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളിൽ പോയിരിക്കും. പക്ഷെ നമുക്ക് ആ സമാധിയിൽ ഇരിക്കാൻ ആളില്ല. യഥാർത്ഥത്തിൽ അതാണ് നമ്മൾ സ്വീകരിക്കുന്നത്. സുഷുപ്തി സമാധിയായിട്ട് ഒരു വ്യത്യാസവും ഇല്ല. പക്ഷെ സുഷുപ്തിയിൽ മൂഢത നിൽക്കുന്നു. സുഷുപ്തി അറിഞ്ഞുകൊണ്ടല്ല സൃഷ്ടിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ എങ്ങനെയോ സംഭവിച്ചതുപോലെ ഒരു സ്വഭാവമാണ് സുഷുപ്തി. അതുകൊണ്ട് നമുക്ക് പ്രയോജനമൊന്നുമില്ല. എങ്കിലും ശാസ്ത്രങ്ങൾ അതിനെ ലാക്കാക്കിക്കൊണ്ടാണ് നമ്മൾ പലതും പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. സുഷുപ്തിയിൽ എങ്ങനെയാണ് മനസ്സ് ഇല്ലാതെ പോയത്? അവിടെ ഈ കാരണമായിരുന്ന അജ്ഞാനത്തെ ലയമടഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവിടെ മനസ്സ് അവിടെ ലയിച്ചു പോയ മനസ്സാണ്. ഇവിടെ ലയിച്ചു പോയ മനസ്സിന് വീണ്ടും അത് തിരിച്ചു വരാനുള്ള ശക്തിയുണ്ട്. എന്നാൽ ഇവിടെ നശിച്ചു പോവുകയാണ് മനസ്സ്. എവിടെ? സമാധിയിൽ മനസ്സ് ഇല്ലാതായി പോകും. അറ്റെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സറ്റ് ദ്രവ്യ സമാധി എന്നാണ് പറയുന്നത്. സുഷുപ്തി പറയുന്നത് മനസ്സ് ലയിച്ച് സുഷുപ്തി. ഇങ്ങനെ രണ്ട് സ്വഭാവമുണ്ട്. ഈ രണ്ട് സ്വഭാവത്തിന്റെ പ്രകൃതിയെ പറ്റിയും നമുക്ക് ഗുരുക്കന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്. സുഷുപ്തി പോയ ആൾ പറയും, എണീറ്റ് പറയും, നല്ല സുഖമായി ഉറങ്ങി ഒന്നും അറിഞ്ഞില്ല. സമാധി പോയ ആൾ പറയണത് ഞാൻ ഒന്നും ചെയ്തില്ല എന്നാണ് പറയുന്നത്. ഞാൻ ഇതുവരെ ഒന്നും ചെയ്തില്ല, ഞാൻ ഒന്നും ചെയ്തില്ല എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഈ മനസ്സും അതിന്റെ കാരണങ്ങളും കൂടെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് താൻ കേവലം സാക്ഷിയായിരുന്നു എന്നാണ് അവിടെ പറഞ്ഞത്. മനസ്സിലായോ? ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ കരണങ്ങൾ അതിന്റെ തൊഴിലുകൾ ചെയ്യും, ചെയ്യാതിരിക്കില്ല. പക്ഷെ അങ്ങനെ ചെയ്യുന്ന തൊഴിലിന് താൻ കേവലം സാക്ഷിയാണെന്നുള്ള അവബോധത്തിലാണ് പറഞ്ഞത് ഞാൻ ഒന്നും ചെയ്തില്ല. അപ്പൊ എന്തോ കാര്യങ്ങൾ അവിടെ നടന്നു, പക്ഷെ ഞാനൊന്നും ചെയ്തില്ല. കാര്യങ്ങളൊക്കെ അവിടെ നടക്കുകയാണ്. ഇതാണ് യഥാർത്ഥം. ഈ ജാഗ്രതത്തിലും കാര്യങ്ങളൊക്കെ നടക്കുന്നു എങ്കിലും ഈ ആത്മാ ഇതിനെല്ലാം കേവല സാക്ഷി മാത്രമാണ്. ഇത് ഒന്നുമായിട്ടും ചേരുന്നില്ല. ഇത് നിർവികാരാത്മാ എന്ന് പറയും, നിർവികാര സാക്ഷി. വികാരം എന്ന് പറഞ്ഞ മനസ്സാണ്. മനസ്സിനെയാണ് വികാരം എന്ന് പറയുന്നത്. മനസ്സ് ഉത്ഭവിച്ചപ്പോൾ തന്നെ രാഗദ്വേഷം മതമത്സര രൂപമായിട്ടാണ് മനസ്സ് ഓണാവണം. ഈ മനസ്സാണ് നമുക്ക് ഇതിന്റെ അശുദ്ധിയായിട്ട് പറഞ്ഞ ഇതിനെ തന്നെയാണ്, ഈ വൃത്തികളെ തന്നെയാണ് അശുദ്ധി, മനസ്സിന്റെ അശുദ്ധി. മനസ്സിന്റെ ശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ്?
ഈ നിർമ്മലമായ മനസ്സ് ആത്മ, നിർമ്മലമായ മാനസം തന്നെ ആത്മ എന്ന് നമുക്ക് രാമായണത്തിൽ കാണാം. പക്ഷെ അത് ഡയറക്റ്റ് പറഞ്ഞതല്ല, അത് അതിന്റെ ഒരു സ്വഭാവം പറഞ്ഞതാണ്. എന്തോന്ന് സുരേഷ് ആ പദ്യം മാനസം തന്നെ ആത്മാ എന്ന് പറഞ്ഞ് ഒരു രാമായണത്തിലുണ്ട്. പക്ഷെ അങ്ങനെയുള്ള ആ മനസ്സ് എങ്ങനെയുള്ള മനസ്സാണെന്ന് ചോദിച്ചാൽ ഇതുമായിട്ട് ചേർന്ന് ഒന്നായി പോയി. മനസ്സിലായില്ലേ? ആ ചേതനത്തിൽ ചേർന്നില്ലാതായ ഒരു മനസ്സിനെയാണ് പറഞ്ഞത് അവിടെ. അങ്ങനെ ഒരു മനസ്സ് ഇതിലുണ്ട്. ആ മനസ്സിനാരും വിടണ്ട. ആ മനസ്സാണ് ജീവൻ മുക്തനിൽ നിന്നിട്ട് പിന്നീട് അദ്ദേഹത്തിന്റെ പ്രാരബ്ധത്തെ നയിക്കണം. അത് വേറെ ഒന്നും ചെയ്യില്ല. അദ്ദേഹം കുറച്ച് ശിഷ്യന്മാരല്ല, കുറച്ച് ആളുകൾക്ക് അദ്ദേഹം പറഞ്ഞു കൊടുക്കും, ഇത് ഇങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് അവരുടെ ന്യൂനതകൾ അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് ആ ന്യൂനതകളെ നോക്കിക്കൊണ്ട് ആ ന്യൂനതകൾ മാറാനായിട്ട് സങ്കല്പിക്കും. ആ ന്യൂനതകൾ മാറാൻ സങ്കല്പിക്കും. അവരുടെ സങ്കല്പത്തിന് ശക്തിയുണ്ട്, ഭയങ്കര ശക്തിയാണ്. ജീവൻ മുക്ത പുരുഷൻ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ഈശ്വരൻ തന്നെ, വേറെ ആരുമല്ല. അതല്ലേ മഹത്തുക്കളുടെ പ്രത്യേകത. അവരെ അനുഗ്രഹിക്കുകയും നിഗ്രഹിക്കുകയും ചെയ്യാനുള്ള ശക്തി ഈ മഹത്തുക്കൾക്കുണ്ട്. ഈശ്വരൻ തന്നെ അത്. ഈശ്വരൻ എങ്ങനെയാണോ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ ചെയ്യണത്, ഇതുപോലെ തന്നെ ജ്ഞാനിയും ചെയ്യുകയാണ്. പക്ഷെ ജ്ഞാനി ചെയ്യുമ്പോൾ തിരുനാൾ പറഞ്ഞ അത് ഒരു സ്മാൾ സ്കെയിലിലാണ് ചെയ്യാൻ പറ്റുള്ളൂ. ഈശ്വരനെ പറ്റി പറയുമ്പോൾ ലാർജ് സ്കെയിലിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. ജ്ഞാനിയെ പറ്റി പറയുമ്പോൾ ആ ഈശ്വര സ്വഭാവം ഇതിലുണ്ടെങ്കിലും ശരീരം പോയില്ലല്ലോ, അതിൻ്റെ ഒരു ബലഹീനത അതിലുള്ളത് കൊണ്ട് അവർ ചെയ്യുന്നത് ലിമിറ്റഡ് ആയിരിക്കും. അത് വേറെ വിധത്തിൽ പറഞ്ഞാൽ എല്ലാവരെയും രക്ഷിക്കാനായിട്ട് അവർക്ക് സാധിച്ചില്ലെങ്കിലും അവരുമായിട്ട് അണഞ്ഞിരിക്കുന്നവരെയെല്ലാം അവർ രക്ഷിക്കും. കൈവല്യത്തിൽ ഇതിന്റെ പദ്യം പറയണത് എന്താണെന്ന് വെച്ചാൽ, അതായത് സൂര്യൻ ഈ ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന സ്വഭാവത്തിൽ ഉള്ള ഒരാളാണ്, ചൈതന്യമുള്ളതാണ്. പക്ഷെ ഒരു ദീപത്തിനോ ഒരു കത്തിച്ചു വെച്ച റാന്തലിനോ ഒരു പ്രദേശത്ത് മാത്രം ഒരു ചെറിയൊരു അളവിലുള്ള കുറച്ച് സ്ഥലത്ത് പ്രകാശിപ്പിക്കാനുള്ള കഴിവുള്ളൂ എന്ന് പറയും പോലെ രണ്ടും പ്രകാശം തന്നെ. പക്ഷെ സൂര്യൻ ലാർജ് സ്കെയിലിൽ പ്രകാശിപ്പിക്കുന്നത്, ആ വിളക്ക് ഒരു അല്പ സ്കെയിലിൽ പ്രകാശിപ്പിക്കും. ഈ രീതിയിലാണ് ജ്ഞാനിയും ഈശ്വരനുമായിട്ടിരിക്കുന്നത്. പക്ഷെ ഇവർ പറയുന്നു ഒരു ജ്ഞാനി ഈശ്വരൻ തന്നെ എന്ന് പറയുന്നു. ഇതിൽ കൈവല്യത്തിന് ഉള്ളത് അത് എന്താണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, സ്മാൾ സ്കെയിലില് ഈ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ചെയ്യാൻ ഇവർക്ക് നല്ല ശക്തിയുണ്ട്. ഇവർ സങ്കല്പിച്ചാൽ അത് നടക്കും. നമുക്കറിയാം തിരുമേനി സ്വാമികള് എത്ര പേർക്കാണ് ഇവിടെ ജോലികള്, ഒരാൾക്ക് ജോലിയില്ലെന്ന് പറഞ്ഞ് വിഷമിക്കുന്ന ആള്, ഇങ്ങനെ അസുഖങ്ങള്, കല്യാണം നടന്നില്ല എന്ന് പറഞ്ഞ് വിഷമിച്ച ആളുകൾ, ഇവർക്കെല്ലാം അത് സ്വാമി അനുഗ്രഹിച്ചിട്ടുണ്ട്. അനുഗ്രഹിച്ചവരെല്ലാം അത് പിന്നീട് നേടിയതായി കണ്ടിട്ടുമുണ്ട് ഞങ്ങൾ. കാരണം ആ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് വേണോ സാധിക്കും. വിക്രമന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞോട്ടെ, എപ്പോഴും കഥകളും കൂടെ വന്നാലേ പറ്റുള്ളൂ. വിക്രമൻ വാങ്ങിച്ച വീടെന്ന് പറയുന്നത് അതൊരു വല്ലാത്തൊരു ഭൂമിയാണ്. ആ ഭൂമിയിൽ പലരും താമസിക്കുകയും അത്യാഹിതങ്ങൾ സംഭവിച്ച് ഒഴിയുകയൊക്കെ ചെയ്ത് അങ്ങനെ ആ പര്യടം വിൽപ്പനയ്ക്ക് വന്നു. അപ്പോൾ വലിയ സ്വപ്പം വിലയും കുറച്ച് വിൽക്കാനായിട്ട് ഇട്ടിരുന്ന വിക്രം വന്ന് അച്ഛനോട് പറഞ്ഞു. അച്ഛൻ സ്നേഹസ്വാമി സ്വാമി പറഞ്ഞ് അത് വാങ്ങിയിടാവും. എന്നിട്ട് എന്ത് ചെയ്തു? സ്വാമി അവിടെ പോയി ആ പര്യടത്തിൽ നടന്നു, എല്ലായിടവും നടന്നു എന്ന് വെച്ചാൽ ആ പര്യടമല്ല, അത് വീട്. അതിനകത്ത് ചെറിയ കുഴപ്പമുള്ള ഒരു വീടാണത്. ചിന്തിക്കാറുള്ളത്. ഉടനെ സ്വാമി എന്ത് ചെയ്തു? അവരവിടെ പോയി സങ്കല്പിച്ചു, അത് മാറട്ടെ, ഒഴിയട്ടെ എന്ന് സങ്കല്പിച്ചു. അതോടുകൂടി അവിടെ താമസയോഗ്യമായി, അതിന് മുമ്പ് താമസിച്ച ആളും ഇത് സംഭവിച്ച ആളും ഓടി എന്നാണ് പറയുന്നത്. ഒരു മനുഷ്യർക്ക് അവിടെ താമസിക്കാൻ പറ്റില്ല. ഇപ്പോഴും ഞാൻ പറയുന്നു, വിക്രമിനോടൊന്നും മാറിക്കഴിഞ്ഞാൽ അവിടെ താമസിക്കാൻ പറ്റില്ല. കാരണം എന്നറിയാമോ, ഇവരിലൂടെ ഇപ്പോഴത് നിൽക്കുകയാണ് ആ ഒരു രക്ഷ. പറഞ്ഞെന്താണ് ചിന്താനന്ദ സ്വാമി ആ ജ്ഞാനം അടഞ്ഞതിന് ശേഷം എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നതെന്നറിയോ? പലരും അത് വിസ്മരിക്കുകയും അത് നിസ്സാരവൽക്കരിക്കുകയും ചെയ്തു പോയിരിക്കുകയും ആരും ഓർമ്മിക്കണമില്ല.
നമ്മൾ നോക്കണോ, ഓർമ്മിക്കണം ജ്ഞാനികൾ എന്തൊക്കെ ചെയ്യുന്നു. അവർക്ക് ആളാവാനൊന്നും അല്ല അവർ ചെയ്തത്, അത് അവരെ പറഞ്ഞുകൊണ്ട് അവർ നടക്കില്ല. പക്ഷെ ഇത് മനസ്സിലാക്കിയവർ ഇതെടുത്ത് പറയുകയും മറ്റാളുകളെ അത് അവർക്ക് എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ ഇതിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുകയും വേണം. ഇമ്പോർട്ടൻ്റാണിത്. എത്ര കാര്യങ്ങളാണ്. ബാലസാറിൻ്റെ ഒരു കാര്യം പറയാം. സാർ വളരെ ക്രിട്ടിക്കൽ ഒരു സ്റ്റേജിലേക്ക് മാറി. അങ്ങനെ വളരെ നിർണായകമായ ഒരു സന്ദർഭത്തിൽ സ്വാമി ഇത് അറിയുന്നു. സ്വാമി ഉടനെ ചെറിയ സ്കൂട്ടറുണ്ട്, അതെടുത്ത് സ്റ്റാർട്ട് ചെയ്ത് നേരെ അങ്ങ് ചെന്നു ബാലസാറിൻ്റെ വീട്ടിൽ. എന്നിട്ട് പറഞ്ഞു, ബാല പേടിക്കണ്ട, ഒന്നും സംഭവിക്കില്ല, ധൈര്യമായിട്ടിരിക്കുന്നു. അതൊന്നും ഓർമ്മയുണ്ടോ? അപ്പൊ ഇത് പറഞ്ഞു. എല്ലാവരും വിചാരിച്ച് സ്വാമി ചിലപ്പം ഇതോടുകൂടി ദേഹം പിടിച്ചു പോകുന്നതെന്ന് വിചാരിച്ച ഒരു സന്ദർഭമായിരുന്നു അത്. പക്ഷെ മറ്റുള്ള ബേബിച്ചേച്ചിക്ക് ഇത്ര സന്ദർഭങ്ങളിൽ ബേബിച്ചേച്ചിക്ക് ശരീരം വിട്ടു പോകേണ്ട ഒരു സ്ഥിതി വന്നെന്നറിയാം. അവിടെ എല്ലാം പിടിച്ചെടുത്തു. ഇതെല്ലാം എന്താണ്? ഒരു ജ്ഞാനിയുടെ ലക്ഷണങ്ങളാണ്. ജ്ഞാനി എന്ന് പറഞ്ഞാൽ അവർക്ക് അനുഗ്രഹ ശക്തി ഉണ്ടെങ്കിൽ അവർ നിഗ്രഹത്തിന് അത് ഉപയോഗിക്കുകയില്ല. അത് ഓർമ്മിച്ചോളണം പ്രത്യേകം. ഇനി ഒരാൾ അവരെ അടിച്ചാൽ പോലും അവർ മാറിക്കളയും, എന്നിട്ട് പ്രാർത്ഥിക്കും, അയ്യോ ഇവരെ അറിയാതെ ചെയ്തതാണ്, ഇവരോട് പുറക്കേറെ ക്രിസ്തുവേ മറികടക്കെ അവരും പറയും. ഇത് ജ്ഞാനികളുടെ ലക്ഷണമാണ് കൃഷ്ണ. അവർക്ക് ആരെയും കാര്യം, അവർക്ക് കാര്യം അറിയാം. അറിഞ്ഞൂടാതെയാണ് ഇവൻ ഇങ്ങനെയെല്ലാം ചെയ്യുന്നതെന്ന് അവർക്ക് നേരത്തെ അറിയാം. കൊച്ചു പിള്ളേരെന്തെങ്കിലും ചെയ്താൽ നമ്മൾ അടിക്കും. മൂത്രം ഒഴിച്ചിട്ട് കൊച്ചു ചേർക്കുമ്പോൾ നമ്മൾ മുഖത്തൂടെ ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ മൂത്രം ഒഴിച്ചിട്ട് അവനെ എടുത്തിട്ട് അടിക്കും ആരെങ്കിലും. അവനെ അറിഞ്ഞൂടാ. അമ്മ പറയും, അവൻ അറിഞ്ഞൂടല്ലോ, നിങ്ങൾ എന്തിനാ അവനെ അടിക്കാനൊക്കെ പോകണം, അവനെ അറിഞ്ഞൂടല്ലോ. ഈ നിലയാണ് ജ്ഞാനിക്കുള്ളത്, മനസ്സിലാക്കിക്കോ. അപ്പൊ ഇങ്ങനെ ഉള്ള ജീവൻ മുക്തന്മാരെ കാണുക, അവരെ സേവിക്കുക, അവരുമായിട്ടൊത്ത് കഴിയുക ചെയ്തവരെല്ലാം അവരുടെ ജന്മം സഫലമായി കഴിഞ്ഞിരിക്കും. അതാണ് സത്യം. അത്ര പ്രാധാന്യമുണ്ടെങ്കിലേ ഇത് പറഞ്ഞു കേട്ടില്ലേ, അവരെ ഒരു നേരത്തെ ആഹാരം കൊടുത്താൽ ഇതില് ചെയ്തു മുടിക്കിലും നഗരമായിരം അന്തണർക്കെങ്കിലും പകരം ഞാനിതൻ പകലൂൺ ഫലത്തേക്ക് നികരില്ലേ. അകരമായിരം ചെയ്തു മുടിക്കിലും നഗരമായിരം അന്തണർക്കെങ്കിലും പകരം ഞാനിതൻ പകലൂൺ ഫലത്തേക്ക് നികരില്ലേ. അതായത് ഒരു ജ്ഞാനിക്ക് ഒരു ഉച്ചയ്ക്ക് ഒരു ഭക്ഷണം, ഒരു ആഹാരം കൊടുക്കുന്നതിന് സമമാവില്ലെന്ന്. നഗരങ്ങൾ ഇഷ്ടംപോലെ നഗരങ്ങളെല്ലാം അന്തണന്മാർക്ക്, ബ്രാഹ്മണന്മാർക്ക് കൊടുത്താലും, അതുപോലെ ധാരാളം സത്കർമ്മങ്ങൾ ചെയ്ത് തീർത്താലും ഒരു ജ്ഞാനിക്ക് ഉച്ചയ്ക്ക് കൊടുക്കുന്ന ഒരു ആഹാരത്തിന് സമാവില്ലോ. അത്ര ഭയങ്കരമാണ്. ഇതാണ് നമുക്കൊക്കെ ഈ കഴക്കൂട്ട ആശ്രമത്തിൽ ഏർപ്പെട്ട ഒരു ഭാഗ്യം. ഇങ്ങനെയാണ് കുറച്ച് ആളുകൾ എന്തെങ്കിലും നിൽക്കുന്നത്. ഇല്ലെങ്കിൽ ആരും പോകുന്നില്ല, പോണം എല്ലാവരും അങ്ങനെ തന്നെ നിൽക്കും. പിന്നെ ചെറിയ ചില പറഞ്ഞില്ലേ ഓരോ സമയദോഷങ്ങളുണ്ട് ഓരോരുത്തർ. അത് ഈ രാഹു കേതു ഗുളികൻ ജനിയൊക്കെ വരുമ്പോഴേ അത് പിടിച്ച് മാട്ടും. അതനുസരിച്ച് സ്വപ്പം ഒലച്ചിൽ വരുന്നുണ്ടെങ്കിലും വളരെ ആത്യന്തികമായി നോക്കുകയാണെങ്കിൽ ആരും ഇതിൽ നിന്ന് വിട്ടുപോകാൻ തയ്യാറല്ല. ആണോ കൃഷ്ണ? കൃഷ്ണൻ തന്നെ ഇങ്ങനെ ഈ നിലയ്ക്ക് വന്നത് ആ സ്വാമിയുടെ ഒരു പവറാണ്. അല്ലെങ്കിൽ ഇത്ര ധൈര്യമായിട്ട് ആരെങ്കിലും കയറി കാശായെടുക്കുന്നത് അതിന് പിൻബലമായിട്ട് സ്വാമിയിൽ നിന്ന് കിട്ടിയ കരുത്തുകൾ കിടക്കുകയാണ്. അതാണ് അടിത്തറ. അപ്പം നമ്മളിവിടെ വായിച്ചുകൊണ്ട് വന്ന പദ്യത്തില് പറയണം, പലരുടെ ഒരു സംശയമാണ് ഇപ്പൊ തീർത്തത്. അതായത് ഈ പറഞ്ഞ ജീവൻമുക്തന്മാര്, ബ്രഹ്മവിത്തുകളായി വന്നവര്, അവരെ പറ്റി എപ്പോഴും ആശങ്കയാണ് ഈ ലോകത്തിന്, എപ്പോഴും ആശങ്കയാണ്. കാരണം അവര് പ്രവർത്തിക്കുന്നു, അവര് ധനം സമ്പാദിക്കുന്ന പോലെയൊക്കെ ചിലപ്പോൾ കച്ചവടം ചെയ്തിരിക്കുന്നു, ചിലപ്പോൾ വാണിഭം ചെയ്യലും ചെയ്യുവാം, മാധവം ചെയ്യലും ചെയ്യുവാം, ഊവരുമാവർ, ചിലർ പിച്ചെടുത്ത് ജീവിക്കുന്നു. ഇവർക്കൊക്കെ ഉള്ള ഗതി എന്താണെന്നുള്ളതാണ് സംശയം. വേറെ വിധത്തിൽ പറഞ്ഞാൽ ഇവർക്ക് വിദേഹമുക്തി വരുമോ? ഇവര് ഈ പറഞ്ഞ വരനും വരിയാനും വരിട്ടനും എപ്പോഴും സമാധി ലീനന്മാരായിരിക്കുന്ന പോലെ ഇരിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇവരുടെ ഭാവി എന്താവും, വിദേഹമുക്തിക്ക് ഇവർക്ക് സാധ്യമാണോ എന്നുള്ള സംശയം ലോകത്തിനുണ്ട്. സ്വാമി പറയുന്നു, ഇവരുടെ ജ്ഞാനത്തിൽ ഒരു താരതമ്യവും ഇല്ല, എല്ലാം ഒരേ കണക്ക്, ജ്ഞാനം പലതരമല്ല. അപ്പോ ആ ബ്രഹ്മവിത്ത് അനുഭവിച്ച അതേ ജ്ഞാനം തന്നെയാണ്
വരനും വരിയാനും വരിട്ടനും അനുഭവിക്കുന്നത്. പക്ഷെ പ്രാരബ്ധ വിശേഷം മാത്രമേ ഉള്ളൂ വ്യത്യാസം. അപ്പൊ പ്രാരബ്ധ വിശേഷമായിട്ട് ഒരു ചിലർക്ക് കുറച്ച് പേർക്ക് പറഞ്ഞു കൊടുക്കാനും അങ്ങനെ രാഷ്ട്രം സ്ഥാപിക്കാനും ഒക്കെ പ്രാരബ്ധമാണ്. അതുപോലെ ഇതുപോലെ മറ്റു വരനും വരിയാനും വരിട്ടനും ഈ പ്രാരബ്ധ ഹേതുവായിട്ട് തന്നെ വ്യവഹാരം നടത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവർക്ക് ജ്ഞാനം ഒരുപോലെ തന്നെ. പക്ഷെ നമുക്ക് ദുഷ്ടദുഃഖം അനുഭവിക്കുമെന്ന് പറഞ്ഞ ശാസ്ത്രം പല സ്ഥലങ്ങളിലും പറയുന്നത് വേറൊന്നാണ്. കാരണം ഒരു ജ്ഞാനം ചെയ്യുന്ന പുണ്യങ്ങളുടെ ഫലമെല്ലാം ജ്ഞാനിക്ക് ആവശ്യമില്ല. അതുപോലെ പാപഫലവും ജ്ഞാനിക്ക് ആവശ്യമില്ല. ഈ പാപപുണ്യങ്ങൾ രണ്ടും പരിപൂർണമായി വേണ്ടെന്ന് വെച്ച ഒരാളിനെയാണ് ജ്ഞാനി എന്ന് പറയുന്നത്. പക്ഷെ ഇവർ ചെയ്യുന്ന പുണ്യത്തിന്റെ ഫലം ഇവരെ കൂടെ പോയി സ്വർഗം തുടങ്ങിയത് കിട്ടുമെന്നൊക്കെയുള്ള സംശയത്തെ വെച്ചുകൊണ്ടാണ് ചോദ്യമെങ്കിൽ പറയുന്നത്. ഇവര് കിട്ടുന്ന പുണ്യം അവർക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് കൊടുക്കും. ചിരിയവർ ഇകഴ്ന്ന് ഞാൻ ചെയ്ത പാപത്തെ കൊള്ളുവാർ അറിവുള്ളവർ അറിந்து പൂശി തറമെല്ലാം പറിക്കൊണ്ടുവാരെ. അറിവുള്ളവർ എന്ത് ചെയ്യും? അവരെ അറിഞ്ഞ് വഴിയാമണ്ണം അറിഞ്ഞ് പൂജിച്ച് അവരുടെ ആ പുണ്യാംശം മുഴുവൻ കവരും. അങ്ങനെയാണ് ശിഷ്യന്മാരിരിക്കുന്നത്. അതിൽ പാപവും പുണ്യവും ശിഷ്യന്മാർ തന്നെ കൊണ്ടുപോകും. അതിൽ അവരെ പൂജിച്ച് അവരുടെ പുണ്യത്തെ അപഹരിക്കുന്നവരുണ്ട്, അവരെ ദുഷിച്ച് അവരുടെ പാപത്തെ അപഹരിക്കുന്നവരുണ്ട്. ഈ രണ്ടും അവർക്ക് വേണ്ടാത്തതുകൊണ്ട് യഥേഷ്ടം ഇവർക്ക് പോയി ചേരും. ആർക്ക്? ഈ പറഞ്ഞ ആളുകൾക്കെല്ലാം പോയി ചേരും. അതും മനസ്സിലാക്കണം. അവർക്ക് പുണ്യഭാവങ്ങൾ വേണ്ട. ഒരു സന്യാസിക്കും വേണ്ട പുണ്യഭാവം. എന്തുകൊണ്ട്? പുണ്യവും പാപവും അടുത്ത ജന്മത്തിന് കാരണമായ വിത്തുകളാണ്. പുണ്യം ചെയ്ത് ദേവശരീരത്തിൽ വരാം, പാപം മാത്രം ചെയ്ത് തിരിയക്കായിട്ട് വരാം, പാപപുണ്യം മിശ്രമായി ചെയ്ത് മനുഷ്യനായിട്ട് വരാം. ഈ മൂന്നും വേണ്ടാത്ത ആരാണ്? ഇതിന് വെച്ചുപേക്ഷിച്ച് ഈ പറഞ്ഞ ജനനമെന്ന സംസാരമൊക്കെ എനിക്ക് വേണ്ടെന്ന് കണ്ട ഒരു ആളിന് മാത്രം, വിവേകിക്ക് മാത്രം ഇതൊന്നും ആവശ്യമില്ല. അവര് കേവലം ആ സമാധിയിൽ ഉദ്ധിതനായിട്ട് സമാധിയിൽ തന്നെ ഇരുന്നാൽ മതി. സമാധിയിൽ ഉദ്ധിതനായി വന്ന അവർക്ക് വിചാരിക്കുന്ന പോലെയല്ല, ഈശ്വരൻ തന്നെ ആഹാരം കൊടുക്കും. ക്രൂരമ്മയ്ക്ക് എന്തെങ്കിലും ശക്തി ഉണ്ടായിരുന്നു? ഇവിടെ കൃഷ്ണന്റെ കഥയിൽ പറയുന്നതാണ്. അവർക്ക് ദിവസേന പൂവറിക്കാനും വിളക്ക് തേക്കാനും ആരുമില്ല. ഒടുവിൽ ആര് വന്നു വിളക്ക് തേക്കാൻ? സാക്ഷാൽ ഭഗവാൻ തന്നെ അതിന് വന്നു. എന്ത് കാണിച്ചെന്നറിയോ? സിംബോളിക്കലായിട്ട് പറയുന്നത്. അങ്ങനെയുള്ളവരുടെ യോഗക്ഷേമം ഈ സാക്ഷാൽ ഭഗവാൻ തന്നെ നിർവഹിച്ചു കളയും. ഇതിനൊക്കെ സിംബോളിക്കലായിട്ട് പറഞ്ഞതാണ്. അതൊന്നും ഉള്ള യാഥാർത്ഥ്യമായ കഥകളല്ല. പറയല്ല അധ്യാത്മത്തിൽ പ്രവർത്തിക്കുന്നവർ അയ്യോ നാളെ എന്താവുമെന്ന് പേടിക്കണമെന്ന്. അവരുടെ യോഗക്ഷേമം ഈശ്വരൻ തന്നെ നേരിട്ട് ഏറ്റെടുത്ത് നടത്തുന്നത്. അവരുടെ വീട്ടിലെ ജോലിക്കാരനായിട്ട് നിൽക്കുമോ? ഒന്നില്ല. ഈശ്വരൻ ഭക്തന്റെ ദാസനെന്നല്ലേ ശ്രീജി പറയുന്നത്. ഈശ്വരൻ ഭക്തന്റെ യജമാനാണ് അല്ല. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ദാസനായി, ദാസഭാവം തന്നെ ഈശ്വരത്വം മനസ്സിലാക്കുക.